മെസ്സിയെ മറയാക്കി നടത്തിയ തട്ടിപ്പിൽ സംസ്ഥാന GST വകുപ്പിന്റെ നിർണായക അന്വേഷണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമകളിൽ നിന്ന് അന്വേഷണ സംഘം ഉടൻ തന്നെ സാമ്പത്തിക വിവരങ്ങളും കണക്കുകളും തേടും. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘം കൈകാര്യം ചെയ്യുന്ന ആദ്യ കേസാണ് ഇത്. വിവരങ്ങളുമായി വിഷ്ണുവാണ് ചേരുന്നത്. അതെ വിഷ്ണു, അതായത് മെസ്സിയെ മറയാക്കി നടത്തിയ വമ്പൻ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം വ്യാപ്തിയുള്ള തട്ടിപ്പാണ്, എത്രത്തോളം ഭീകരമാണ്. അതാണ് ആ ഒരു വ്യാപ്തി പോലും ഇപ്പോഴും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രത്തോളം വലിയ തട്ടിപ്പ്. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമകളിൽ നിന്ന് അടക്കം വിവരങ്ങൾ തേടുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. GST വകുപ്പ് ഈ വിഷയത്തിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പോക്ക്? അതേ പറഞ്ഞ പോലെ വലിയ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പ് തന്നെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ തട്ടിപ്പിനെതിരെയാണ് GST വകുപ്പ് ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ കടുത്ത നികുതി വെട്ടിപ്പിനെതിരെയുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കുന്നത്. 22.68 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ കമ്പനിക്ക് GST വകുപ്പ് അന്വേഷണ നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് ടീം ഹാജരായിരുന്നില്ല. പിന്നീട് പല പ്രാവശ്യങ്ങളായി നോട്ടീസ് നൽകിയെങ്കിലും ആകെ ഹാജരായത് ഒരു പ്രാവശ്യം മാത്രമാണ്. അന്ന് ഇതിന് വേണ്ട ഒരു രേഖകളും ഈ ടീം ഹാജരാക്കിയില്ല. ഇതിനെ തുടർന്നാണ് 5 അംഗ സമിതി രൂപീകരിക്കുന്നതും ഇതിനെ തുടർന്നുള്ള അന്വേഷണം ആരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതും. ഇന്ന് അന്വേഷണം ആരംഭിക്കും. ഡെപ്യൂട്ടി കമ്മീഷണർ S ബ്രിജേഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ലയണൽ മെസ്സി അർജന്റീന ടീമിനെയൊക്കെ മുൻനിർത്തി റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ടീം നടത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഈ 5 അംഗ ടീമിൻ്റെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും പുറത്തു വരിക. ഏതായാലും വലിയ കടുത്ത അന്വേഷണം തന്നെ ഈ പറയുന്ന 5 അംഗ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം പല പ്രാവശ്യമായി ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് ടീം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അതിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹാജരായത്. പല സമയങ്ങളിലും പല ആവശ്യങ്ങൾ പറഞ്ഞ് ഇവർ മറികടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 5 അംഗ സംഘത്തിന് അന്വേഷണം വളരെ കടുത്തു തന്നെ ആയിരിക്കും. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ സമഗ്രമായൊരു അന്വേഷണം വരുമ്പോൾ, അത് സുതാര്യമായൊരു അന്വേഷണം വരുമ്പോൾ ആരൊക്കെ വീഴും എന്നാണ് നമ്മൾക്ക് കണ്ടറിയണത്. കാരണം വലിയ വെല്ലുവിളിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അബ്ദുറഹ്മാന്റെ കാര്യവും അല്പം പരുങ്ങലിൽ തന്നെയാണ്. അതെ, അല്പമല്ല, വലിയ രീതിയിലുള്ള പരുങ്ങലിലാണ്. കാരണം അബ്ദുറഹ്മാനിൽ ഒതുങ്ങില്ല രാഖി. കാരണം ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി, കാരണം പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. കാരണം എല്ലാം അടക്കി വെക്കുന്ന ഒരു സമീപനമാണ്. അതൊരിക്കലും ഒരു മന്ത്രി തീരുമാനിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എത്രത്തോളം അന്വേഷണം നീളുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.